കേരളത്തിൽ ബി.ജെ.പി ദേശീയ തലത്തിൽ തന്നെ കാണുന്ന മൊത്തത്തിൽ ഒരു കാര്യം ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തുക എന്നതിന്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ക്രൈസ്തവ വിവിധ സഭാ നേതൃത്വങ്ങളാകട്ടെ വിശ്വാസികളാകട്ടെ ഒന്നും ആ നിലയിലേക്ക്, പ്രത്യേകിച്ച് മണിപ്പൂരൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ വലിയ വിമർശനവും അമർഷവും രോഷവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായില്ല. പകരം കിട്ടിയത് പി.സി. ജോർജിനെ. എങ്കിൽ ജോർജ്. പക്ഷേ അതിൽ മൊത്തത്തിൽ ഒരു കാര്യം കാണണം, നന്നായി പണിയെടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് വലിയ അധ്വാനമാണ് ഈ അടുത്ത കാലത്ത് ചെയ്തത്. പക്ഷേ അതിനും ബി.ജെ.പി ഒരു മര്യാദ കാണിച്ചില്ല എന്ന് ജോർജിന് തോന്നിയ തെറ്റ് പറയാനില്ല. പക്ഷേ കാരണം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്വേഷം 2022 ഇവിടെ അനന്തപുരി ഒരു ഹിന്ദു മഹാസഭയിൽ വെച്ചിട്ടുള്ള ഒരു മുസ്ലിം വിദ്വേഷ പ്രസംഗത്തെയാണ് ഞാൻ കൂടുതൽ കുറച്ചും കൂടി അതിശക്തനായ ബി.ജെ.പിയിലേക്ക് വരികയാണെന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഇയാളൊരു മോഹം പറയേണ്ട, ഈ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സംസാരിക്കുക അയ്യപ്പന് വേണ്ടിയായിരിക്കും. ഇയാളിങ്ങനെ ചെകഞ്ഞിടുന്നതൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതാണ്, അതായത് ഒരു വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കനൽ ഇങ്ങനെ ഈ കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടിട്ട് മുമ്പ് ഇയാളൊരു തെറി രാഷ്ട്രീയം അല്പം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത് മാറിയാണ്. ആ ഒരു തെറി സ്വഭാവത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ സുരേന്ദ്രൻ അധികം അങ്ങനെ തെറി പറയേണ്ടതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അയാൾ തെറി രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് ഇങ്ങനെ മുക്തനായി വരികയാണ്. കാരണം അങ്ങനെയാണ് ഇയാൾ രൂപപ്പെടുക. ഒരു ഗുണ്ട സ്വഭാവത്തിലുള്ളൊരു രാഷ്ട്രീയം ആണ് ഈ പൂഞ്ഞാറൊക്കെ അയാൾ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു നമുക്ക്. കാരണം അതായത് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആവശ്യമായി വന്നാൽ അപ്പം തന്നെ മുണ്ടും മാടിക്കുത്തി അത് നന്മതിന്മകളൊന്നും നോക്കാതെ അങ്ങ് ഇറങ്ങുന്ന ഒരു ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു ഗുണ്ടയുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ് പി.സി. ജോർജ് ജയിപ്പിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു റേറ്റിംഗ് കുറയും ആ രീതിയിലുള്ള ഒരു ഗുണ്ടയെ കൂടി ഒരു കിട്ടിയതുപോലുള്ള. പക്ഷെ ഇതൊക്കെ ആസ്വദിക്കാനൊരു സമൂഹവും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം കോമാളി രാഷ്ട്രീയക്കാരെ ഉള്ളിലേക്ക് എടുക്കില്ല. പക്ഷേ ആസ്വദിക്കും. നമ്മളെ സന്തോഷ് പണ്ഡിറ്റിനൊക്കെ പക്ഷേ അവരുടെ വിചാരം എന്ന് അറിയോ, ഞങ്ങൾ പറയുന്നത് കേൾക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും കുറെ ആളുകളുണ്ട് എന്നുള്ളതാണ്.